ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ധർമ്മരാജ സീരീസിലെ 28ാമത് അധ്യായം. കഥ പറയുന്നത് സന്തോഷ്. ശാന്ത ഹരിപഞ്ചാനനെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് ജ്യേഷ്ഠൻ കാരുണ്യപൂർണ്ണ നേത്രനായി പടത്തലവനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നു. എല്ലാം ഒടുങ്ങാറായി എന്ന് മനസ്സിലാക്കി. അച്ഛൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി അമ്മയെ കാണാനിടയായി. അന്നു മുതൽ കാലദോഷവും ആരംഭിച്ചു. എന്നാലും ഹൈദരാലിയുടെ നീക്കം എന്താണെന്നറിയുന്നവരെ പയറ്റുക തന്നെ. ഉണ്ണിത്താനെപ്പോലെ പടത്തലവനും ബന്ധുവാണ്. ഉണ്ണിത്താൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കും താൻ അച്ഛൻ കുട്ടിക്കൊന്തിശനാണെന്ന്. അങ്ങനെയാണല്ലോ അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. പടത്തലവൻ ദ്രോഹം ചെയ്യില്ല, എങ്കിലും കരുതിയിരിക്കണം എന്നിങ്ങനെ ആത്മകഥം ചെയ്ത് 2 ചെറിയ നാരായ കടാരകൾ എടുത്ത് അരയിൽ തിരുകി. ഒരു വളഞ്ഞ വാൾ കൂടി കരുതി അതിഥിശാലയിലേക്ക് പോയി. തമ്മിൽ കണ്ടപ്പോൾ പടത്തലവൻ ഉപചാരത്തിന് വേണ്ടി പറഞ്ഞു, ഉറങ്ങിപ്പോകില്ലെന്ന് ഞാൻ വിചാരിച്ചു, നാളത്തേക്ക് വേണ്ട ശ്രമങ്ങളുണ്ടല്ലോ. പടത്തലവൻ സാൽവ കൊണ്ട് കഴുത്തിന് താഴേക്ക് മറച്ചിരുന്നെങ്കിലും സൂക്ഷ്മദൃക്കായ യോഗീശ്വരൻ പടത്തലവന്റെ ഒരുക്കങ്ങൾ മനസ്സിലാക്കിയിരുന്നു. തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് ബന്ധുവായ രാമവർമ്മത്ത് പിള്ളയല്ലെന്നും മഹാരാജാവിൻ്റെ പ്രതിപുരുഷനാണെന്നും അതുകൊണ്ട് ഇരിക്കുന്നതിന് ക്ഷണിക്കാതെ നിന്നുകൊണ്ട് തന്നെ സംഭാഷണമാകാം എന്നും വിചാരിച്ചു. എങ്കിലും സ്വാഗതാഭിനയത്തിൽ വീഴ്ച വരുത്താതെ ശ്രദ്ധിച്ചു. ഇരിക്കുവാൻ ക്ഷണിക്കാത്ത മര്യാദകേട് പടത്തലവൻ മനസ്സിലാക്കാതിരുന്നില്ല. ഏത് മഹാരാജാവിനോടും നേർക്കുനേർ നിന്ന് സംസാരിക്കാൻ പോകുന്ന ധീരാത്മാവായ യോഗീശ്വരൻ്റെ അഭിനയങ്ങൾ പാളിപ്പോകുന്നു. പടത്തലവൻ്റെ സാന്നിധ്യം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നു. തനിക്ക് തുല്യനായ അസാധാരണനായ ബലിഷ്ഠനും ധീരാത്മാവുമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് യോഗീശ്വരൻ അറിയാം. അതിൽ അഭിമാനിച്ചു. പടത്തലവനെ സാവകാശം കാണാൻ തരപ്പെട്ടതിലുള്ള സന്തോഷം യോഗീശ്വരൻ അറിയിച്ചു. നാളെ യജ്ഞശാലയിലേക്ക് മാറുകയാണ്. സർവസംഘ പരിത്യാഗിയാണെങ്കിലും ലൗകിക പ്രാരാബ്ദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാകുന്നില്ല. വിട്ടുനിന്നാൽ പ്രപഞ്ചഗതി ശരിയാകുകയുമില്ല. അങ്ങനെയുള്ള യോഗീശ്വരൻ്റെ സംസാരം കേട്ട് പടത്തലവൻ പറഞ്ഞു, വിഷമ വിഷയങ്ങളിൽ ഞാൻ അജ്ഞൻ. അഭ്യസിപ്പാൻ തക്ക ഗുരുക്കന്മാരും ഉണ്ടായില്ല. അവിടുത്തെ അഭിപ്രായത്തിന് ശരിവയ്ക്കാനും കുറച്ചൊരു പഠിപ്പ് വേണമല്ലോ. അച്ഛൻ കുട്ടിക്കോന്തിശൻ തനിക്ക് നൽകിയ മന്ത്രതന്ത്ര അഭ്യാസത്തെ പറ്റിയല്ലേ പടത്തലവൻ ഉദ്ദേശിക്കുന്നത് എന്ന് യോഗിക്ക് തോന്നി. പരസ്പരം അറിയുമെങ്കിലും അറിയില്ലെന്നുള്ള ഭാവത്തിൽ സംസാരിച്ച് നീങ്ങുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി പടത്തലവൻ വിഷയത്തിലേക്ക് വന്നു. അദ്ദേഹം യോഗിയോട് അഭ്യർത്ഥിച്ചു തന്നോടൊപ്പം ഒരിടം വരെ വരണമെന്ന്. അത് കേട്ടപ്പോൾ യോഗി വിചാരിച്ചത് തന്നെ ദ്വന്ദ്വയുദ്ധത്തിന് പടത്തലവൻ വിളിക്കുകയാണെന്നാണ്. എങ്കിൽ ദൂരെ പോകേണ്ട കാര്യമില്ല, അവിടെ വെച്ച് തന്നെയാകാം എന്നായി യോഗി. വൃദ്ധനായ പടത്തലവനോടുള്ള ബഹുമാനം കൊണ്ട് നിരായുധനായി യോഗി നേരിടാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ് അരക്കച്ച ഒന്നുകൂടി മുറുക്കി. ദ്വന്ദ്വയുദ്ധത്തിനാണെങ്കിൽ പ്രായം കൊണ്ട് ചേരില്ല. യുദ്ധത്തിനല്ല, യോഗി അനിവാര്യമായും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യത്തിനായി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പടത്തലവൻ പറഞ്ഞു. പടത്തലവൻ്റെ അക്ഷോഭ്യത യോഗി ശ്രദ്ധിച്ചു. തൻ്റെ എടുത്തുചാട്ടത്തിൽ ലജ്ജിച്ചു. 7 വെളുപ്പിന് ഹോമം തുടങ്ങാനിരിക്കെ കൂടെ ചെല്ലുവാൻ ബുദ്ധിമുട്ടുണ്ട്. മാതൃപൂജയേക്കാൾ വലുതായ കർമ്മം മനുഷ്യന് വേറെയില്ല. ഹോമത്തേക്കാൾ പ്രധാനവും അതുതന്നെ. അതുകൊണ്ട് ഒഴിവാകരുത് എന്ന് പടത്തലവൻ അപേക്ഷിച്ചു. തൻ്റെ പരമാർത്ഥത്തെ പടത്തലവൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വ്യക്തം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തള്ളാനാവാത്തതാണ്. ആര് കേട്ടാലും അദ്ദേഹത്തിൻ്റെ അപേക്ഷ അംഗീകരിക്കും. യോഗി ഒന്നുകൂടി പടത്തലവനെ വിഡ്ഢിയാക്കാൻ നോക്കി. മാതൃപൂജയുടെ മഹത്വത്തെ അംഗീകരിക്കുന്നതെന്നും താൻ നിരന്തരം ഉപാസിക്കുന്നത് ദേവിയാണെന്നും പറഞ്ഞു. താൻ ഉദ്ദേശിക്കുന്നത് യോഗിയുടെ പെറ്റമ്മയുടെ കാര്യമാണ് എന്ന് പടത്തലവൻ തിരുത്തിക്കൊടുത്തു. യോഗീശ്വരന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായി. ഇനിയും യോഗിയുടെ കാപട്യം അനുവദിക്കരുത് എന്ന് കരുതി അടുത്ത കാലത്ത് ചിലമ്പിനത്ത് പോയിരുന്നപ്പോൾ അതിനടുത്ത് തെക്ക് വശത്തൊരു ഭവനത്തിൽ കണ്ട 2 സ്ത്രീകളുമായുള്ള കൂടിക്കാഴ്ച ഓർക്കുന്നില്ലേ എന്ന് മുഖത്തടിച്ചതുപോലെ ചോദിച്ചു. എല്ലാ സംഗതികളും ഏറെക്കുറെ പൂർണ്ണമായി തന്നെ പടത്തലവൻ മനസ്സിലാക്കിയിരിക്കുന്നു. യോഗിയുടെ ഉള്ളു നീറി. യോഗീശ്വരനും പടത്തലവനും ഒന്നിച്ച് ഭൂമിയിൽ ഒരേ സമയം ജീവിക്കുക അസാധ്യമാണ് എന്ന് യോഗി മനസ്സിലാക്കി. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ മഹാനായ രക്ഷകൻ യുദ്ധത്തിൽ തന്നോട് ജയിക്കുകയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള സൈനിക ശക്തിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവസരം മോശമാണെന്ന് യോഗിക്ക് ബോധ്യമായി. യജ്ഞാവസാനം വരെ ഉരുളുക തന്നെയാണ് ഉത്തമം. വീണ്ടും കാപട്യം തന്നെ തുടരാൻ യോഗി നിശ്ചയിച്ചു. പടത്തലവൻ ചോദിച്ചു, സ്വീകരണത്തിനിടയിൽ ആ കിഴവിയോട് എന്തിനിത്ര മമത തോന്നിയെന്ന്. അവർക്ക് നാം തന്നെ പ്രസാദം നൽകണം എന്ന് ചന്ദ്രക്കാരൻ അപേക്ഷിച്ചു. പടത്തലവൻ നിസ്തോപനായി ചോദിച്ചു, എന്നിട്ട് പ്രസാദം കൊടുത്തോ? അനുഗ്രഹിച്ചോ? കോപം ഒതുക്കിക്കൊണ്ട് യോഗി പറഞ്ഞു, അനുഗ്രഹിച്ചു. ഗൗരവത്തോടെ പടത്തലവൻ ചോദിച്ചു, ആരാരെ അനുഗ്രഹിച്ചു എന്നുകൂടി വ്യക്തമാക്കണം. യോഗി പറഞ്ഞു, അവകാശമുള്ളയാൾ, ആവശ്യമുള്ള ആളെ. പടത്തലവൻ പറഞ്ഞു, അതെനിക്കറിയാം. എന്നാൽ മന്ത്രക്കൂടത്ത് വാതുക്കൽ വെച്ച് വൃദ്ധയായ ആ അമ്മയെ കണ്ട ആ സമയത്ത് ആർക്കാണ് അനുഗ്രഹിപ്പാനും അത് സ്വീകരിപ്പാനും കർത്തവ്യമുണ്ടായിരുന്നത്? ത്രിപുരസുന്ദരി കുഞ്ഞമ്മ. ആശ്ചര്യം നടിച്ചുകൊണ്ട് യോഗി ചോദിച്ചു, അതാര്? എന്താ ഇത് പുതുക്കഥ? പാത്രങ്ങളും പെരുകി വരുന്നല്ലോ. കാപട്യം കണ്ട് ഈർഷ്യയോടെ പടത്തലവൻ പറഞ്ഞു, എന്താ ഇതെന്നോ? പാത്രങ്ങളൊന്നുമായോ? പാത്രം എന്ന് തന്നെ ഇരിക്കട്ടെ, ആ നിർഭാഗ്യ ഗർഭപത്രക്കാരിയുടെ പാദത്തിൽ എന്തുകൊണ്ട് കണ്ടയുടനെ നമസ്കരിച്ചില്ല? അങ്ങേ ആത്മാവിൻ്റെ കണ്ണുപൊത്താതെ ഉത്തരം പറയണം. അഹംഭാവത്തോടെ യോഗി പറഞ്ഞു,
നാം നമസ്കരിക്കേ? പടത്തലവൻ പറഞ്ഞു. അതെ, നാം തന്നെ. അവിടെ കിടന്ന് പുഴു പുളയ്ക്കുന്നത് പോലെ പുളച്ചതിനേക്കാൾ തൊഴുത് കരഞ്ഞെങ്കിൽ ദൈവത്തിനോടും ലോകത്തിനും നിരക്കുമായിരുന്നല്ലോ. നന്ദിയ തുണ്ണിത്താനെ പോലെ പടത്തലവനും ആള് തെറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു യോഗീശ്വരൻ. ഭക്ത്യാദരങ്ങളോടെ തന്നോട് സംസാരിക്കേണ്ടയാൾ ഇത്രയൊക്കെ ആയിട്ട് നാടകം കളിക്കുന്നത് കണ്ട് അതുവരെ ക്ഷമാവാനായി നിന്നിരുന്ന പടത്തലവന്റെ ഭാവം മാറി. കോപത്തോടും ഹാസ്യത്തോടും കൂടി അദ്ദേഹം പറഞ്ഞു, ആള് മാറി ധരിക്കുന്ന ചിത്തഭ്രമം തനിക്കില്ല. സന്യാസി വേഷം കെട്ടി രാജ്യം വെട്ടിപ്പിടിക്കാമെന്ന് വിചാരിക്കുന്നവർക്കാണ് ചിത്തഭ്രമം. പൂർവികരായ 8 വീട്ടിൽ പിള്ളമാർ മണ്ണിനടിയിലായത് ദുർമോഹവും അഹങ്കാരവും കൊണ്ടാണ്. അവരവർക്കാകാത്തത് സാധിക്കാമെന്ന് വിചാരിക്കുന്നവർക്കാണ് ചിത്തഭ്രമം. കാവ്യവസ്ത്രമൊന്നും പീരങ്കിയുണ്ടേ ചെറുക്കില്ല. ഹരിപഞ്ചാനന്റെ വാൾ ഉറയിൽ നിന്ന് കുറച്ചു ഉയർന്ന് തിളങ്ങി. കോപം കൊണ്ട് പുരിക കൊടികൾ വളഞ്ഞു. ശാന്തനായി വീണ്ടും പടത്തലവൻ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന അമ്മയെ തൊഴുത് ആശ്വസിപ്പിക്കണം. അവർക്ക് തീർത്ഥമൊഴിച്ച് സുഖപ്രയാണം എളുപ്പമാക്കണം. കർമ്മങ്ങൾ ചെയ്ത് പരമഗതി ഉണ്ടാക്കണം. കഴക്കൂട്ടത്തെ ഒരു ബന്ധുവാണ് ഈ അപേക്ഷ നടത്തുന്നതെന്ന് ഓർക്കണം. കഴക്കൂട്ടത്ത് പിള്ളമാരുടെ ബന്ധു എന്ന് പറഞ്ഞ പടത്തലവന്റെ വാള് നോക്കിക്കൊണ്ട് ചോദിച്ചു, അതേ വാള് തന്നെയല്ലേ കുടമൺ പിള്ളയെ അരിഞ്ഞു വീഴ്ത്തിയതെന്ന്? പടത്തലവൻ, ആണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെയല്ലേ താമസം? അതെ, കണ്ട വേഷം ധരിച്ച് ആണ്ടവനെയും വേണ്ടവനെയും ദ്രോഹിക്കാതെ പരമസുഖമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്ന് പടത്തലവൻ. യോഗി പറഞ്ഞു, ഫലകാംക്ഷ കൂടാതെ കൊല തുടങ്ങിയുള്ള വലിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെ ചിലർ ചിത്തഭ്രമത്തിൽ ചേർക്കൂലേ എന്നൊരു ശങ്ക. പടത്തലവൻ അനുഷ്ഠിച്ച കൊലകളൊന്നും അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നില്ല, ഒരാദർശത്തിൻ്റെ പേരിലായിരുന്നു. അതുപോലെ ഒരു ആദർശമാണ് തന്നെയും നയിക്കുന്നത് എന്നാണ് യോഗി അർത്ഥമാക്കിയത്. ദർശനഭേദങ്ങളാണ് ഭിന്ന മതങ്ങളെ ഉണ്ടാക്കുന്നത്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദേശാഭിമാനിയായ പടത്തലവനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് യോഗി സംസാരിച്ചത്. എൻ്റെ അമ്മ നർമ്മദാ തീരത്തിൽ ഗൃഹത്തിൽ വെച്ച് മരിച്ചു. അച്ഛൻ എന്നെ കൊണ്ട് കർമ്മവും ചെയ്യിപ്പിച്ചു. പടത്തലവൻ പറഞ്ഞു, ഒരു മാതൃകർമ്മം കൂടി എൻ്റെ അപേക്ഷയിന്മേലും ആകട്ടെ. യജ്ഞത്തിൻ്റെ നിർവഹണമാണ് പ്രധാനം. അത് തടസ്സപ്പെട്ടാൽ നിരവധി ആളുകൾക്ക് ഇച്ഛാഭംഗമാകും. അത് അനുവദിക്കാനാവില്ല. പടത്തലവൻ വിട്ടില്ല. തൽക്കാലം യജ്ഞം മാറ്റിവെക്കണം. പിന്നീട് പടത്തലവൻ കൂടി യജ്ഞത്തിൻ്റെ നിർവിഘ്ന സമാപ്തിക്ക് സഹായിക്കാം എന്ന് പറഞ്ഞു. അമ്മ അന്ത്യശ്വാസം വലിക്കുന്നു. ഉടനെ പോകണം. ഒരാഴ്ച വരെ ആ നിലയിൽ തുടരാനുള്ള മരുന്ന് താൻ തരാമെന്ന് പറഞ്ഞു യോഗി. യജ്ഞം മുടക്കാനാവില്ല. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. അത് കേട്ട് പടത്തലവൻ്റെ ഭാവം മാറി അദ്ദേഹം ആജ്ഞാപിച്ചു, മാതൃകർമ്മം കഴിഞ്ഞല്ലാതെ യജ്ഞകർമ്മത്തിന് കോപ്പിടണ്ട. അങ്ങനെ ഒരു കൽപ്പന ഈ ധർമ്മരാജ്യത്ത് പുറപ്പെടുമോ എന്ന് യോഗി ചോദിച്ചു. പടത്തലവൻ പറഞ്ഞു, അമ്മ മരിച്ചതിനുള്ള പുല ഇന്നോ നാളെയോ തുടങ്ങും. അത് കഴിയുന്നതുവരെ യജ്ഞദീക്ഷ പാടില്ലെന്നുള്ളതിന് ധർമ്മരാജ്യമല്ലയോ പ്രധാനമായി ഊർജിതപ്പെടുത്തേണ്ടത്? യോഗി, ആ പുല നമ്മെ ബാധിക്കുന്നത് എങ്ങനെ എന്നാണ് നാം ചോദിക്കുന്നത്. അതിന് പടത്തലവൻ ഇങ്ങനെ മറുപടി കൊടുത്തു, കുട്ടിക്കോന്തിശൻ്റെ മൂത്ത കുട്ടി ഉഗ്രനെ തനിക്കറിയാം. ഉഗ്രനായ ത്രിവിക്രമനെ പ്രസവിച്ച ആ അമ്മയുടെ വേദന മകനെ ജന്മജന്മാന്തരം വേദനിപ്പിക്കില്ലേ? ഈ താപസവേഷത്തെ രാജ്യദ്രോഹത്തിന് വേണ്ടി നശിപ്പിച്ച പാപത്തിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടും? മറ്റുള്ളവരെയും രാജ്യത്തെയും ഈ കാപട്യം കൊണ്ട് വഞ്ചിക്കാനായാലും പ്രസവിച്ച അമ്മയെ വഞ്ചിക്കാനാകുമോ? ആദ്യ ദർശനത്തിൽ തന്നെ അത് താങ്കൾക്കും ബോധ്യം വന്നു കാണും. ദൈവദ്രോഹത്തിലും മാതൃദ്രോഹത്തിനും ഇടയിൽ രാജ്യദ്രോഹം എങ്ങനെ വിജയിക്കാൻ? അതുകൊണ്ട് ഇപ്പോൾ തന്നെ പുറപ്പെടണം. വന്നുകൂടിയിരിക്കുന്ന ആപത്തുകളിൽ നിന്ന് മോചനം നേടാനും ഇതുതന്നെയാണ് അവസരം. കല്ലുപോലെ നിശ്ചലനായി മൗനം ഭജിച്ച യോഗി കോപത്താൽ തിളച്ചു മറിഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് മറഞ്ഞു നിന്നിരുന്ന ശാന്തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അയാൾ കടന്നു വന്ന്, ജ്യേഷ്ഠ, നമ്മുടെ അമ്മ എന്ന് അപേക്ഷിക്കാൻ ആരംഭിച്ചു. ഉഗ്രൻ ഞെട്ടിപ്പോയി. അയാളുടെ ക്ഷാത്രകോപം കത്തിക്കയറി. അരയുറപ്പിച്ചിരുന്ന വിഷം പുരട്ടിയ കത്തിയെടുത്ത് സ്വന്തം സഹോദരന്റെ മാറിൽ കുത്തിയിറക്കി. ആഹാ എന്ന് പടത്തലവൻ നിലവിളിച്ചുപോയി. ഈ മഹാദുരിതം കാണുവാനോ ഈ പ്രായത്തിൽ ഈ രാത്രി സമയത്ത് ദൈവം എന്നെ ഇവിടെ ചാടിച്ചത്? ഇതെന്ത് കർമ്മബന്ധം? പടത്തലവനെ നോക്കിക്കൊണ്ട് ജ്യേഷ്ഠപാദങ്ങളിൽ ശാന്തൻ വീണു. പടത്തലവന്റെ രോദനവും അനുജന്റെ വീരധർമാനുഷ്ഠാനവും ഉഗ്രന്റെ ആസുര സ്വഭാവത്തെ വളർത്തി. മറ്റൊരു കടാര കൂടി വലിച്ചൂരി പടത്തലവന്റെ നേർക്ക് പാഞ്ഞെടുത്തു. കടാര ആകാശത്ത് മിന്നൽ കൊടി പോലെ തിളങ്ങി. ഒരു നിമിഷം ചിന്താഗ്രസ്തനായി പോയ പടത്തലവന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് കടാര താഴേക്ക് കുതിച്ചു. എന്നാൽ മറ്റൊരു ഭീമാകാരൻ അപ്പോൾ ഉഗ്രന്റെ കയ്യിൽ പിടിച്ച് ഞെരിച്ചു കളഞ്ഞു. മറ്റൊരു ഭീമാകാരൻ ദ്വാരപാലകനെ തള്ളിത്തെറിപ്പിച്ചുകൊണ്ട് പ്രവേശിച്ച് പടത്തലവനെ ബലമായി പിടിച്ചു മാറ്റി. അദ്ദേഹം ഹരിപഞ്ചാനന്റെ കടാരയെ വാളാൽ മുറ്റത്തേക്ക് തെറിപ്പിച്ചു. അത് ജനറൽ കുമാരൻ തമ്പിയായിരുന്നു. യോഗിയെ പിടിച്ചത് വൃദ്ധസിദ്ധനാണെന്ന് കണ്ട് കുമാരൻ തമ്പി അയാൾക്ക് നേരെ അടുത്തു. വാളോടുകൂടിയ കുമാരൻ തമ്പിയുടെ കൈ ഒരു യുവസിദ്ധൻ തടയുന്നു. നോക്കിയപ്പോൾ അത് കേശവപിള്ളയാണ്. തമ്പി അടങ്ങി. പടത്തലവൻ യോഗിയെ തടഞ്ഞ ആളെ ശ്രദ്ധിച്ച് അത്ഭുത പരതന്ത്രനായി നിന്നുപോയി. കേശവപിള്ള പടത്തലവൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാറ്റി. ദീർഘകാലമായി വീട് വിട്ടുപോയ വേലുത്തമ്പിയെ പടത്തലവൻ മുന്നിൽ കണ്ടു. മകൾ കൊച്ചമ്മണിയുടെ ഭർത്താവ്. തൻ്റെ പരാജയത്തിന് കാരണം വൃദ്ധസിദ്ധനാണെന്ന് യോഗി മനസ്സിലാക്കി. അയാളെ ഒന്നും ചെയ്യാനായില്ലല്ലോ എന്ന് ഖേദിച്ചു. അപ്പോൾ വൃദ്ധസിദ്ധൻ യോഗിക്ക് ഒരു കത്ത് കൊടുത്തു.
രാമവർമ്മ മഹാരാജാവിനെതിരെയുള്ള ഉപജാപ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈദരാലിയുടെ ഉത്തരവായിരുന്നത്. അങ്ങനെ ഒരു നിരോധനാജ്ഞയ്ക്ക് കാരണക്കാരൻ കേശവപിള്ളയാണ് എന്ന് യോഗിക്ക് മനസ്സിലായി. അയാൾ കേശവപിള്ളയുടെ നേരെ തിരിഞ്ഞു. ചുവരിൽ ചാരി വെച്ചിരുന്ന ഒരു വാളെടുത്ത് മുന്നോട്ടാഞ്ഞു. എല്ലാവരെയും മാറ്റി നിർത്തി പടത്തലവൻ തന്നെ യോഗിയെ നേരിട്ടു. പടത്തലവന്റെ വാൾ മിന്നൽ ചിതറിക്കൊണ്ട് യോഗിയുടെ ചുറ്റും സഞ്ചരിച്ചു. അയാളുടെ ശരീരത്തെ പലയിടത്തും സ്പർശിച്ചതല്ലാതെ മുറിച്ചില്ല. വസ്ത്രത്തെ മൊത്തം മുറിച്ചു. ഒരു നിമിഷം പടത്തലവന്റെ ശ്രദ്ധ വൃദ്ധസിദ്ധനിലേക്ക് മാറിയപ്പോൾ യോഗിയുടെ പാരസിക വാൾ പടത്തലവന്റെ കയ്യിലെ വാളിനെ തെറിപ്പിച്ചു. എന്നിട്ട് വെട്ടാനാഞ്ഞപ്പോൾ വൃദ്ധസിദ്ധന്റെ ദണ്ട് യോഗിയുടെ വാൾ തെറിപ്പിച്ചു. പടത്തലവന്റെ അരയിൽ തിരികിരുന്ന തോക്ക് കണ്ട യോഗി വീണുകിടന്ന അനിയനെ പൊക്കിയെടുത്ത് ഒരു പ്രത്യേക ഭാഷയിൽ തൻ്റെ പടയാളികൾക്ക് ചില ഉത്തരവുകൾ കൊടുത്ത് അകത്തേക്ക് മറഞ്ഞു. പെട്ടെന്ന് വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടു. ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ ഉഗ്രനും ശാന്തനും ഒന്നിച്ച് കൂടുകണ്ടെന്ന് അമ്മയെ ധരിപ്പിക്കണം. അമ്മയുടെ അവസാന ശുശ്രൂഷകൾ അവിടുന്ന് ചെയ്യണം. ജ്യേഷ്ഠനോടൊപ്പം പോകുന്ന അനുജൻ പടത്തലവരെ നോക്കി അപേക്ഷിച്ചു. ആദ്യമായി ജീവിതത്തിൽ അപമാനിതനായ പടത്തലവൻ പെട്ടെന്നുണ്ടായ സംഭവ പരമ്പരകളിൽ സംഭ്രമിച്ചുപോയി. വേലുത്തമ്പിയെ കണ്ടതിൽ ആഹ്ലാദിച്ചു. എന്നാൽ ഉഗ്രന്റെ അടുത്ത നീക്കം എന്തെന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിനായില്ല. പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറിയിൽ എന്തോ തല്ലിത്തകർക്കുന്ന ശബ്ദം കേൾക്കുന്നു. കാര്യമെന്തെന്ന് ഊഹിച്ച കേശവപിള്ള പടത്തലവനെ അവിടെ നിന്നും വെളിയിൽ കൊണ്ടുപോകാൻ നോക്കി. ധാരാളം ഭടന്മാർ മുറിയിലേക്ക് തള്ളിക്കയറുന്നു. വിടരുത് എന്ന ഉത്തരവ് ഹിന്ദുസ്ഥാനിയിൽ മുഴങ്ങി. തടഞ്ഞ പ്രതിയോഗികളെ പടത്തലവൻ അരിഞ്ഞു വീഴ്ത്തി. കുമാരൻ തമ്പിയുടെ വാൾ പടത്തലവന് പോകാനുള്ള വഴിയൊരുക്കി. വൃദ്ധസിദ്ധന്റെ വടികൊണ്ടുള്ള അടിയേറ്റ് യോഗിയുടെ ഭടന്മാർ നിലത്ത് വീണു. വാതിൽക്കലേക്ക് പോകുന്നതിനിടയിൽ തിരുമനസ് എന്ന് പടത്തലവൻ കേശവപിള്ളയോട് തിരക്കി. വെളിയിലെത്തിയ പടത്തലവനോട് വെടിമരുന്നിന് തീയിടും മുമ്പ് വേഗം ഓടി മാറണമെന്ന് കേശവപിള്ള പറഞ്ഞു. താക്കോൽ നേരത്തെ കേശവപിള്ള എടുത്ത് മാറ്റിയിരുന്നുകൊണ്ടാണ് തല്ലിപ്പൊളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട് എല്ലാവരും ഓടിയകന്നു. അവർ ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ യോഗിവാടം ഭീമാകാരമായ ഒരു അഗ്നിജ്വാലയായി എരിഞ്ഞു. പുക ആകാശത്ത് കറുത്ത മേഘങ്ങളായി. പാതയിൽ ജനങ്ങൾ ചിതറി ഓടുന്നതിനിടയിൽ കാതുകൾ തകരുന്ന ശബ്ദത്തോടെ യോഗിവാടം പൊട്ടിത്തെറിച്ചു. ഒരു അഗ്നിഗോപുരമാണ് പിന്നെ കാണാനിടയായത്. ഹരിപഞ്ചാനൻ എന്ന യുഗത്തിൻ്റെ മഹാത്യാഗം കുലധർമാനുസാരിയായ വിധം പരിസമാപ്തിയായി. അങ്ങനെ മതത്തിൻ്റെ പേരും പറഞ്ഞ് രാജ്യാധികാരം പിടിച്ചെടുക്കാൻ വന്ന യോഗീശ്വരൻ മരിച്ചു. എന്നാൽ കേശവപിള്ളയ്ക്ക് എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടിയത്? പടത്തലവനും കുമാരൻ തമ്പിയും മഹാരാജാവും ഒക്കെ എങ്ങനെയാണ് ഇത്ര ഏർലി ഡിറ്റക്ഷൻ നടത്തിയത്? ഇതൊക്കെ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. ബൈ.